ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ശുചിത്വ മിഷനിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. CMD വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ശുചിത്വ മിഷനിലാണ് വിവിധ തസ്തികകളിലായി ടോട്ടൽ 182ഓളം ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 17/11/2023 മുതലാണ്. 30/11/2023 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ ആദ്യം SWM സ്പെഷ്യലിസ്റ്റ് പോസ്റ്റാണ്, ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് എക്സ്പേർട്ട് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വിത്ത് MTech ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 80,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് LWM സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് എക്സ്പേർട്ട് ഇൻ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വിത്ത് MTech ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 80,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് SWM കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 14 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് എക്സ്പേർട്ട് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വിത്ത് MTech ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗും സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 60,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് LWM കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 14 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് എക്സ്പേർട്ട് ഇൻ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വിത്ത് MTech ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 60,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ബ്ലോക്ക് കോർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 152 വേക്കൻസി വന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MBA കൂടാതെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനും സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 30,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.